അപ്പോൾ നമുക്ക് പേട്രിയോട്ട് കണ്ടിട്ട് വരാം. പേട്രിയോട്ട് മലയാളത്തിൽ 2 ബിഗ് ഗെയിംസ് വർക്ക് ചെയ്യുന്നൊരു പടം എന്നുള്ളതല്ലാതെ പടത്തിന് അങ്ങനെ വലിയ ഹൈപ്പൊന്നും ഉണ്ടായില്ല. അതിൻ്റെ പേരിൽ പ്രൊഡ്യൂസർ ആൻഡ്രോ ജോസഫിന് ഒരുപാട് തെറിയൊക്കെ സോഷ്യൽ മീഡിയയിൽ കേൾക്കേണ്ടി വന്നു. ഞാനിവിടെ നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ അത്യാവശ്യം തിരക്കൊക്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നേരത്തെ തലേദിവസമേ മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ടിക്കറ്റ്. ഞാൻ ഒരു 3/4 മണിക്കൂർ മുമ്പ് പടത്തിന് ചെന്നു. പക്ഷെ അങ്ങനെ വലിയൊരു തള്ളിക്കയറ്റമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇവഞ്ച്വലി പടം ഹൗസ്ഫുള്ളായി. പിന്നെ പടം പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഹൈപ്പൊന്നും ഇല്ലായിരുന്നത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. പടം ഒരു ടിപ്പിക്കലി ലൈക്ക് നമ്മുടെ മഹേഷ് നാരായണൻ്റെ മുമ്പുള്ള പടങ്ങളൊക്കെ പോകുന്നൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. കഥേനെ ബേസ് ചെയ്ത് ലൈക്ക് ഇങ്ങനെ പോകുന്നു. ഫസ്റ്റ് ഹാഫ് മമ്മൂക്കയുടെ ഇൻട്രോ ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ആരും ഒരു ഭയങ്കര മാസ് പടം നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് പോകരുത്. അതായത് ഇപ്പോൾ മുമ്പ് മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഒരുമിച്ച് അഭിനയിച്ച 2020 ആണ്. അപ്പോൾ അതൊരു ഭയങ്കര മാസ് പടമായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ച് ഒരിക്കലും ഇതിൽ പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പടം പോയിക്കൊണ്ടിരുന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തോളൊക്കെ ചിരിച്ചുകൊണ്ട് ഒരാൾ വരും. അപ്പോഴാണ് പടം ഒന്ന് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ മൊമെൻറ്റ്സ് ഒക്കെ എനിക്കുണ്ടായത്. അത് കുറച്ച് നേരമുള്ളൂ. അത് കഴിഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ പക്ഷെ ആ ഒരു പുള്ളി വരുന്ന സമയം അത് എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ആയിരുന്നു. അത് കുറച്ച് സംഭവങ്ങളുണ്ട്. പുള്ളിനെ കുറച്ച് സീൻസേ ഉള്ളൂ പുള്ളിക്ക്. അപ്പോൾ പക്ഷേ ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരും അങ്ങനെ ഒരു എന്താ പറയുക വെറുതെ വന്നു പോകുന്നു അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ ആ കഥയ്ക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് പടം മോശമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. നല്ല പടമാണ്. പക്ഷേ ആരും ഭയങ്കര ഒരു മാസ് പടം പ്രതീക്ഷിച്ച് പോകരുത്. അങ്ങനെയല്ലാത്ത പക്ഷം വളരെ നന്നായിട്ട് എടുത്തൊരു പടമാണ്. പിന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം ആണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും നമ്മുടെ പ്രൈവസിക്കൊന്നും ഒരു അഷുറൻസും ഇല്ല. നമ്മളിപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏത് ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ പ്രൈവസിക്കൊന്നും നമ്മുടെ ഡാറ്റ എല്ലാം ഓൺ എയറിലാണ്. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നവർക്കെതിരെയൊക്കെ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ പടത്തിൽ പറയുന്നുണ്ട്. ബട്ട് ആ പടത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് ഒരിക്കലും നടക്കാൻ പാടില്ല ഒരു ഇൻസിഡൻ്റാണ്. മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പടത്തിനെ കുറിച്ച്. ഇപ്പോൾ എല്ലാവരും പടം പോയി തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.